ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ ഭരണഘടന നിർമ്മാണ സഭ എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു ഭരണഘടന നിർമ്മാണ സഭ അതിനൊക്കെ നമ്മുടെ ഭരണഘടനയൊക്കെ തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്നുള്ളൊരു ആശയമുണ്ടല്ലോ. ഇപ്പം ഈ ആശയം മുന്നോട്ട് വെച്ചത് ആദ്യ ഇന്ത്യക്കാരനാണ്. MN റോയിയാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അത് 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് നമുക്ക് ഒരു ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനാവശ്യമായിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്നുള്ള ആശയം 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ MN റോയി മുന്നോട്ട് വെച്ചു. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് MN റോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പരീക്ഷയിൽ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പം നോക്കാം. അപ്പം ഈ MN റോയ്, അപ്പോൾ MN റോയിയുടെ യഥാർത്ഥ പേരെന്താണ്? നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നാണ് MN റോയിയുടെ പൂർണ്ണമായിട്ടുള്ള നാമം. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, അപ്പോൾ അതിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു MN റോയി. അതുപോലെ തന്നെ പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയി. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് MN റോയി. MN റോയി ചില സംഘടനകൾ സ്ഥാപിച്ചു. അതൊക്കെയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ. ഓക്കെ, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ ഒക്കെ സ്ഥാപിച്ചത് MN റോയിയാണ്. ഓക്കെ ആണല്ലോ. പീപ്പിൾ പ്ലാൻ എന്ന ആശയം MN റോയിയുടെയാണ്. പിന്നെ MN റോയിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയോ? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ ആരുടെയാണ്? MN റോയിയുടെയാണ്. പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രം സാവേജറി ടു സിവിലൈസേഷൻ എന്നത് MN റോയിയുടെയാണ്. പോവർട്ടി ഓർ പ്ലൻറ്റി, ന്യൂ ഹ്യൂമാനിസം എ മാനിഫെസ്റ്റോ, ഇതൊക്കെ ആരുടെയാണ്? MN റോയിയുടെ കൃതികളാണ്. ശ്രദ്ധിക്കുക. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, ന്യൂ ഹ്യൂമാനിസം എ മാനിഫെസ്റ്റോ, അതുപോലെ തന്നെ പോവർട്ടി ഓർ പ്ലൻറ്റി, ഫ്രം സാവേജറി ടു സിവിലൈസേഷൻ, ഇതൊക്കെ MN റോയിയുടെ കൃതികളാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടല്ലോ, ഇന്ന് കാണുന്ന ഈ ഒരു ഭരണഘടനയുള്ളൂ. അപ്പോൾ ഈ ഭരണഘടന രൂപീകരിക്കുന്നതിന് ഒരു ഭരണഘടന നിർമ്മാണ സമിതി വേണമെന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയി. ഏതിലൂടെയാണ് മുന്നോട്ട് വെച്ചത്? 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് മുന്നോട്ട് വെച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞത് MN റോയിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതേത് രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടി. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ഇവരെ ഈ സ്വരാജ് പാർട്ടിയിലും പറഞ്ഞു, അതുപോലെ തന്നെ MN റോയി പത്രത്തിലൂടെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ഭരണഘടന നിർമ്മാണ സഭ വേണമെന്നൊരു ആവശ്യം നമ്മുടെ INC സമ്മേളനത്തിൽ നമ്മളിത് ചർച്ച ചെയ്യണല്ലോ. അങ്ങനെ ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്ത സമ്മേളനമാണ് 1934-35 കരുതുന്ന ബോംബെ സമ്മേളനത്തിലാണ്. അപ്പോൾ ഈ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരാണ് അധ്യക്ഷൻ? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. അത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയല്ലോ. മുന്നോട്ട് വെച്ച പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. പിന്നെ ഔദ്യോഗികമായിട്ട് ഒരു INC സമ്മേളനത്തിൽ ഇത് ചർച്ച ചെയ്തു. അത് ഏത് സമ്മേളനമായിരുന്നു? 1935 എന്നാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ 34-35 ബോംബെ സമ്മേളനത്തിലായിരുന്നു. ആ ബോംബെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യക്കൊരു നമ്മൾ
ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്ത സമ്മേളനം പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ടു. ഒരു പ്രമേയത്തിലൂടെ അതങ്ങ് പാസ്സാക്കി. ആ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ 1936 ഡിസംബറിൽ നടന്ന ഫൈസ്പൂർ സമ്മേളനത്തിലാണ്. 1936 ഡിസംബറിൽ നടന്ന ഫൈസ്പൂർ സമ്മേളനത്തിലൂടെയാണ് ഈ അത് അന്ന് നടന്ന സമ്മേളനത്തിലെ പ്രമേയത്തിലൂടെയാണ് ഈ ഒരു കാര്യം പാസ്സാക്കപ്പെട്ടത്. അപ്പോൾ ഈ ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം, ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ ആണല്ലോ. ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരെന്ന് വെച്ചാൽ ശ്രീമൻ നാരായൺ അഗർവാളാണ്. ശ്രീമൻ നാരായൺ അഗർവാൾ 46. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം 1940 ഓഗസ്റ്റ് ഓഫറിൽ വെച്ച് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു. ഏത് വെച്ചാൽ അപ്പം ഓഗസ്റ്റ് ഓഫറിൽ വെച്ചിട്ടുള്ള അതിൽ അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ 1945 വേവൽ പ്ലാനാണ്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് ഇത് 1945 വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എന്തായിരുന്നു? ഭരണഘടന നിർമ്മാണ സഭയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 1940 നമ്മൾ പറഞ്ഞു വേവൽ പ്ലാൻ 1945 വേവൽ പ്ലാനിലാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമുണ്ട്. അതിന് ഒരു ദൗത്യമുണ്ടായിരുന്നു. എന്ത് ദൗത്യം? അത് ഏത് സംഘടനയാണ്? ക്യാബിനറ്റ് മിഷനായിരുന്നു. അപ്പോൾ ഭരണഘടന അങ്ങനെ രൂപീകരിച്ചത് 1946 നവംബറിലാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. ഓക്കെ. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. ഈ ഭരണഘടനാ നിർമ്മാണ സഭ 1946 നവംബറിൽ രൂപീകൃതമായപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 ആയിരുന്നു. അപ്പോൾ രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389ഉം ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296ഉമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി കോൺഗ്രസ് ഇതിനാണ് ഭൂരിപക്ഷം നേടിയത്. അതുപോലെ തന്നെ ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും അവിടെ ഉള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായത് ഡൽഹിയിൽ ദേശബന്ധു ഗുപ്ത, അജ്മീർ മേൽവാരയിലെ മുക്ത് ബിഹാരിലാൽ ഭാർഗവ, കൂർഗിലെ CM പുനാച്ച, ബലൂചിസ്ഥാനിലെ ഖാൻ അബ്ദുൾ സഹമദ് ഖാൻ. ഇത്രയും ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടം, അതുപോലെ തന്നെ ആനയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 93ആണ്. അത്രയും അവിടെ ഓർത്തിരിക്കുക. ഈ രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം അറിഞ്ഞിരിക്കുക 17ആണ് കേട്ടോ. 17. ഇന്ത്യ വിഭജനത്തിന് ശേഷം ആ 17 എന്നുള്ളത് 15 മാറി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം 207. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരായിരുന്നു പങ്കെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? ഇവിടെ വെച്ചായിരുന്നു. ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു വേദി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചതെന്നാണ് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9. അവസാനിച്ചത് 46 ഡിസംബർ 23. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഡോക്ടർ
രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് നമ്മൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9 അവസാനിച്ചത് ഡിസംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഭരണഘടനാ സഭയുടെ ഉപാധ്യക്ഷന്മാരെ ആരൊക്കെയായിരുന്നു വെച്ചാൽ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ കുറച്ച് വിമർശനങ്ങൾ നമുക്ക് നോക്കാം. ഒറ്റകക്ഷി സംഘടന എന്ന് പറഞ്ഞത് ആരാന്നുണ്ടെങ്കിൽ ഗ്രാൻവില്ല ഓസ്റ്റിനാണ് പറഞ്ഞത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഒറ്റകക്ഷി രാജ്യത്തിലെ ഒറ്റകക്ഷി സംഘടന എന്ന് പറഞ്ഞത് ഗ്രാൻവില്ല ഓസ്റ്റിനാണ്. ഹിന്ദുക്കളുടെ സംഘടനയാണെന്ന് പറഞ്ഞത് ആരാണ്? വിസ്കൗണ്ട് സൈമൺ ആണ്. ഹിന്ദുക്കളുടെ സംഘടന എന്ന് പറഞ്ഞത് വിസ്കൗണ്ട് സൈമൺ ആണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 17 17ൻ്റെ കാര്യം എന്താ പറഞ്ഞ ഭരണഘടന രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളെല്ലാം അന്നേരം ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17 ആയിരുന്നു. അതുപോലെ തന്നെ മലയാളികളുടെ എണ്ണം നമ്മൾ പറഞ്ഞത് 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 3 പേരാണ്. ആരൊക്കെയാണെന്നറിയോ? ആനി മസ്ക്രിന്, അമ്മു സ്വാമിനാഥന്, ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇന്ത്യയിൽ PhD പാസ്സായ ആദ്യ SC/ST വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാന്നറിയോ? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആയിരുന്നു ആര്? SN മുഖർജി. അപ്പം നമ്മുടെ ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്നറിയോ? പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാന്നറിയോ? വസന്ത് കൃഷ്ണനാണ്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്നറിയോ? ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഓക്കെ, നമ്മുടെ ഈ ഭരണഘടനയുണ്ട്. അപ്പോൾ ഈ ഭരണഘടനയുടെ കവർ പേജ് ലേ ഔട്ടൊക്കെ തയ്യാറാക്കിയത് ആരാ? നന്ദലാൽ ബോസ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരെന്നറിയോ? ബീഗം ഐസ്വാസ് റസൂല്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ദളിത് വനിതയാണ് ആരെന്നറിയോ? ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരൊക്കെയാണെന്നറിയോ? ആംഗ്ലോ ഇന്ത്യൻ ഫ്രാങ്ക് ആൻ്റണി, SH പ്രാൻഡർ, MVN കോളിൻസ്. ഓക്കെ, ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിലുള്ള പ്രതിനിധി ആണ് ദാബർ സിംഗ് ഗുരുങ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ കുറച്ച് അംഗീകരിച്ച ദിനങ്ങളുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ ഗാനം അംഗീകരിച്ചത് 50 ജനുവരി 24 ദേശീയ ഗീതവും 1950 ജനുവരി 24 ദേശീയ മുദ്ര 1950 ജനുവരി 26. അപ്പോൾ ദേശീയ പതാക 1947 ജൂലൈ 22, ദേശീയഗാനം 1950 ജനുവരി 24, ദേശീയ ഗീതവും 1950 ജനുവരി 24, ദേശീയ മുദ്ര 1950 ജനുവരി 26.
ഇനി ഒരു 2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൂടെ ഉള്ളൂ. ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് നവംബർ 26-നാണ്. ദേശീയ ഭരണഘടനാ ദിനമായിട്ട് പറയുന്നതും നവംബർ 26-നാണ്. നമ്മുടെ ഈ ഭരണഘടന തയ്യാറെടുക്കാനെടുത്ത സമയം എത്രയാണുള്ളായിരുന്നു? 2 വർഷവും 11 മാസവും 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം. അതിന് ചെലവായ തുക എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തിന് ചെലവായിട്ടുള്ള തുക. അങ്ങനെ മൊത്തം 11 സെക്ഷനുകളിലായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിവസങ്ങൾ 165 ദിവസങ്ങളാണ്. നമ്മുടെ ഭരണഘടന അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും അന്ന് ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്ത്. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, ഏക പൗരത്വം, അങ്ങനെയുള്ള ഇതെല്ലാം കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ തൻ്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ അതുപോലെ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തെയാണ് അദ്ദേഹം യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം രചിച്ചത് ഗ്രാൻവില്ല ഓസ്റ്റിനാണ്. അപ്പോൾ ഇത് നമ്മുടെ ടാലൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ഗൈഡ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ പറയുന്നത്. പിന്നെ അറിയത്തില്ലാത്ത പോയിൻറ്റ്സുകളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.